ഫോളിംഗ് ലവ് എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ ലവ് മാരേജിലും സംഭവിക്കുന്നത് ഈ ഫോളിംഗ് ലവ് ആണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു നഷ്ടം എന്താണെന്നറിയോ? നമ്മുടെ ലോജിക്കൽ ഏരിയ, തിങ്കിങ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കട്ട് ഓഫ് ചെയ്യിക്കും. ഇത് കട്ട് ഓഫ് ആവുന്നതോടുകൂടെ സംഭവിക്കുന്നത് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. സിമിലാരിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല. നല്ല ബോണ്ട് ഉണ്ടാവാൻ കാരണമുള്ള ഒരുപാട് സംഗതികൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുകയും വൈകാരികമായ എടുത്തുചാട്ടങ്ങളും തീരുമാനങ്ങളും അവിടെ ഉണ്ടാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫോളിംഗ് ലവിന്റെ ഭാഗമായി സിമിലാരിറ്റി നഷ്ടപ്പെടുമ്പോൾ കോൺഫ്ലിക്റ്റ് കൂടുകയും അത് വലിയ വഴക്കിലേക്കും ഡൈവോഴ്സിലേക്ക് വരെ നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ആലോചനകൾക്കും ബുദ്ധിപരമായ തീരുമാനങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും നമുക്ക് വേണ്ടപ്പെട്ട ഈ മേഖലയിൽ നമ്മൾ പരിഗണിക്കേണ്ട ആളുകളെ പരിഗണിക്കുകയും നമ്മുടെ മനസ്സിന് പരിപൂർണമായിട്ടും തൃപ്തിപ്പെട്ട ഒരു പാർട്ട്ണറെ മാത്രം തെരഞ്ഞെടുക്കുകയും ചെയ്യുക. അവിടെയാണ് വിജയമുള്ളത്.